ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 പുറത്തിറങ്ങിയ ഷെയർ എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഹീറോ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ 4 വശവും ചുമരായിട്ടുള്ള ഒരു റൂം, അതിനകത്ത് ആകെയുള്ളത് ഒരു കമ്പ്യൂട്ടർ മാത്രം. ഇതിനകത്ത് നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെടുന്നു? വെള്ളം ആഹാരമൊന്നും ഇല്ലാതെ എന്തിനാണ് അവനെ ആ ഒരു റൂമിൽ പിടിച്ചിട്ടേക്കുന്നത്? ഈ ഒരു രീതിയിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ജെട്ടിയെല്ലാം ഇട്ടിട്ട് ഒരുത്തൻ ഒരു ഇരുമ്പ് റൂമിനകത്ത് കിടക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. എഴുന്നേറ്റിട്ട് ചുറ്റിനും നോക്കിയിട്ട് ഹേയ് ആരെങ്കിലും ഉണ്ടോ, കഥവ് തുറക്കുന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ബഹളം വയ്ക്കുന്നു. പക്ഷെ ആരും ആ ഒരു ശബ്ദം കേൾക്കുന്നത് പോലുമില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് അവിടെ അടുത്തുള്ള ഡിസ്പ്ലേയിൽ വന്നിട്ട് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും അതിൽ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ട് അപ്പോൾ അതിലേക്ക് വന്ന് ഞെക്കിയിട്ട് ഇവൻ അതിൽ ഹലോ എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുന്നതും ഇൻവാലിഡ് കമന്റ് എന്നാണ് വരുന്നത്. ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോഴും ഇൻവാലിഡ് കമന്റ്. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് വെളിയിൽ പോകണമെന്ന് ചോദിക്കുമ്പോഴും ഇൻവാലിഡ് കമന്റ്. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഷെയർ എന്ന് എഴുതിയിട്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ എന്താണ് ആ ഒരു കമ്പ്യൂട്ടർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ അവനാണെങ്കിലും യെസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നതും ഇപ്പൊ ഇവൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാൾക്ക് ഷെയർ ആവുന്നെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവൻ ആ ഒരു ഡിസ്പ്ലേ നോക്കി അങ്ങനെ സംസാരിക്കുകയാണ്. ഹലോ, ഇതെന്ത് സ്ഥലമാണ്? എന്തിനാ എന്നെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഓ, നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്നത് പോലെ മനുഷ്യരെല്ലാം കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ? ശരി, അങ്ങനെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും എത്ര നേരമായിരിക്കും എന്നെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ നായ തനിച്ചാണ്, അതിന് ആഹാരം കൊടുക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നെല്ലാം പറയുമ്പോൾ അവൻ എത്ര സംസാരിച്ചിട്ടും തിരിച്ചൊരു റിപ്ലൈയും കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും അവർ ഡിസ്പ്ലേയിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇൻവാലിഡ് കമന്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എത്ര നേരമായെന്ന് പറഞ്ഞ് നേരെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അവിടേക്ക് പോയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും വെള്ളം വരുന്നില്ല. അതേസമയം ആ ഒരു ഡിസ്പ്ലേയിൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും അവൻ പെട്ടെന്ന് വന്നിട്ട് സിങ്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻവാലിഡ് കമന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ വാട്ടർ 5 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ബൈ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്ത് വാട്ടർ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കമന്റ് ചെയ്യുന്നതും നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് അതിലിപ്പോൾ കാണിക്കുന്നത്. ഇത് കാണുന്നതും ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ നേരെ ആ ഒരു റൂമിന്റെ മൂലയ്ക്ക് പോയിട്ട് അവിടെ കിടന്നങ്ങനെ ഉറങ്ങാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവൻ പോലും അറിയാതെ പുറകിൽ നിന്നും ഒരു ശബ്ദം, വേറെ ഒന്നുമല്ല ഒരു ചെറിയ ബോംബങ്ങ് അവൻ വിട്ടുകൊടുക്കും. അങ്ങനെ അത് കേട്ട് അവൻ തന്നെ ചാടി എഴുന്നേറ്റിട്ട് ആ ഒരു ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ഷെയർ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നു. ഷെടാ, ഇനിയിപ്പോൾ ഇതും ഷെയർ ചെയ്യണോ? ഓക്കെ, അതൊന്നുമല്ല. നോക്കുമ്പോഴത്തേക്ക് ആ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാണിക്കുമ്പോൾ ശരി, ഇപ്പോൾ എന്തായാലും അവൻ ആവശ്യം വെള്ളമല്ലേ. അവനാണെങ്കിലും വെള്ളം വേണമെന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുന്നതും ഡിസ്പ്ലേയിൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ഹീറോയ്ക്കാണെങ്കിലും അത്രയും സന്തോഷമായിട്ട് നേരെ അവിടേക്ക് ചെന്ന് വെള്ളവും നല്ല രീതിയിൽ ഫ്ലഷ് ചെയ്തിട്ട് അവൻ ഇത്രയും വെള്ളം കുടിക്കാൻ കഴിയുമോ അത്രയും വെള്ളം നല്ലതുപോലെ കുടിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ വഴി ആരോ ഒരാൾ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അതുമല്ല, അവൻ ഈ ഒരു റൂമിൽ നിന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് അതിനവര് പോയിന്റ് കിട്ടി ഈ ഒരു വെള്ളമൊക്കെ കിട്ടിയത്. അതുകൊണ്ട് അവൻ അതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനിയും പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ അവൻ എന്ത് ചെയ്തപ്പോഴത്തേക്കാണ് ഈ ഒരു വെള്ളം കിട്ടിയത്? ഒരു ചെറിയ ബോംബ് വിട്ടപ്പോൾ, പച്ച മലയാളത്തിൽ പറഞ്ഞ വളി വിട്ടപ്പോൾ. അതുകൊണ്ട് ഇവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാല് രണ്ടും നല്ലതല്ലേ കുരങ്ങന്മാർ നടക്കുന്ന പോലെ നടന്നിട്ട് അങ്ങനെ ബോംബ് വിട്ട് പോവാണ്. അത് കാരണം ആ ഒരു ഡിസ്പ്ലേയിലാണെങ്കിലും പോയിന്റ് കയറി ഇപ്പോൾ ഏകദേശം ഒരു 8 പോയിന്റ് അവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വളി വിട്ട് പോയിന്റ് വാങ്ങിയ ഒരേ ഒരു ഹീറോ നമ്മുടെ ഈ ഒരു മൂവിലെ ഇവൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവൻ്റെ കയ്യിലുള്ള ഈ ഒരു പോയിന്റ് എല്ലാം വെച്ചിട്ട് അവൻ അതുകൊണ്ട് ആഹാരം എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണിച്ചേക്കാണ്. ഇപ്പോൾ ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ കഴിയും. ഇപ്പോൾ 20 പോയിന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്, ഒരു 30 പോയിന്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ്. അപ്പോൾ ഹീറോ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഓക്കെ ശരി, ഇപ്പോൾ എന്തായാലും അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു റൂം മുഴുവൻ ലൈറ്റ് ആയിട്ട് കിടക്കാണ്. അതുകൊണ്ട് ഇത് ഡാർക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് 5 പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാവട്ടെ, എന്തായാലും തനിക്കിപ്പോൾ ഉറക്കമാണ് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള ആ ഒരു 8 പോയിന്റിൽ നിന്ന് 5 പോയിന്റ് കൊടുത്തിട്ട് ഈ ഒരു റൂം ഡാർക്കാക്കി മാറ്റുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു സൈഡിലേക്ക് പോയി നല്ലതുപോലെ ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ലൈറ്റ് എല്ലാം വീണ്ടും വരുന്നു. അപ്പോഴേക്കും ആ ഒരു ഡിസ്പ്ലേയിൽ വീണ്ടും ഷെയർ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാണ്. അപ്പോൾ അവൻ വിചാരിക്കും ഒരു പക്ഷേ അവനെ പറ്റി എന്തെങ്കിലും ഷെയർ ചെയ്യാനായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ നേരെ അതിൻ്റെ മുന്നിലേക്ക് വന്ന് എനിക്ക് ഒരു സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം, എന്തിനാ മനുഷ്യന്മാരെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ നായാണെങ്കിൽ വീട്ടിൽ തനിച്ചാണ്, അതിന് എനിക്ക് ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കെങ്കിലും ആഹാരം താ എന്നെല്ലാം പറഞ്ഞിട്ട് ചാടി വീണ്ടും ഒരു വളി വിടുവാണ്. അപ്പോഴേക്കും ഒരു പോയിന്റ് വീണ്ടും കൂടുകയാണ്.
അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന് നല്ലതുപോലെ വിയർക്കുന്നുണ്ട്. ശരി, എന്തായാലും കുളിക്കാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം അഴിച്ചു കളഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കുളിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ അവന്റെ പോയിന്റ് ഇങ്ങനെ കൂടുന്നു. അപ്പൊ അവ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും പോയിന്റ് നല്ലതുപോലെ കൂടുന്നുണ്ട്. ഷെടാ, അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് തല കുത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നു, ഉരുണ്ടു മറിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് വന്ന് വീണിട്ട് അവന് നല്ലതുപോലെ പരിക്ക് പറ്റുന്നുണ്ട്. പരിക്ക് പറ്റി ഒരിടത്ത് കിടക്കുമ്പോഴത്തേക്കാണ് അതിനും നല്ല രീതിയിൽ പോയിന്റ് കൂടുകയാണ്. പക്ഷെ അവനാണെങ്കിലോ നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏയ് നോക്കി നിൽക്കാൻ ആരെങ്കിലും അകത്തേക്ക് വാടാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഡിസ്പ്ലേയുടെ അടുത്തേക്ക് വന്ന് അവൻ നല്ലതുപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ കയ്യിലുള്ള ആ ഒരു പോയിന്റ് വെച്ചിട്ട് എന്തെങ്കിലും ആഹാരം വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിലാണെങ്കിൽ ആകെ 16 പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഫുഡ് ആ ഒരു 10 പോയിന്റിന്റെ അത് മാത്രമേ അവനെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. നോക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ചെറിയ ഹോൾ വഴി അവനുള്ള ഫുഡ് വരുന്നു. എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഷോക്ക്. വേറെ ഒന്നുമല്ല, ഇത് മനുഷ്യൻ കഴിക്കുന്ന ആഹാരം പോലുമല്ല, ഈ നായ്ക്കെല്ലാം കൊടുക്കുന്ന പെഡിഗ്രിയില്ലേ അതുപോലെ എന്തോന്ന്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട്, ഏയ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ 10 പോയിന്റ് വെറുതെ കളഞ്ഞത്, നിനക്കൊക്കെ എന്താണ് വേണ്ടതെന്നല്ല പറഞ്ഞ് ഹീറോയുടെ വായി തൂന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല. പകരം അവൻ പറഞ്ഞ ആ ഒരു പറച്ചിലിന് ഒരു പോയിന്റ് എക്സ്ട്രാ കയറുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവനും വേറെ വഴിയില്ലാതെ എന്താ ചെയ്യുന്ന വെച്ചാലേ ആ ഒരു ഫുഡ് എടുത്ത് നേരെ താഴേക്ക് വെച്ചിട്ട് അത് ഈ ഒരു നായ്ക്കൾ കഴിക്കുമല്ലോ അതുപോലെ അങ്ങനെ നായ ഇരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് പെട്ടെന്ന് നായ കുരയ്ക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോയിന്റ് നല്ലതുപോലെ കൂടുന്നുണ്ട്. അതുപോലെ അതെ ആ ഒരു ഫുഡ് അവന്റെ തൊണ്ടയിലേക്ക് വെച്ചിട്ട് അവൻ അങ്ങനെ മുറുകുന്നതും ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഒരു 30 പോയിന്റ് പെട്ടെന്ന് അങ്ങ് കയറിപ്പോവാണ്. ഓക്കെ, എന്തായാലും അവന്റെ കയ്യിൽ 30 പോയിന്റ് കിട്ടിയല്ലോ. അത് വെച്ചിട്ട് ഇടാനായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാന്ന് പറഞ്ഞിട്ട് ആ ഡിസ്പ്ലേയിൽ നോക്കുമ്പോഴത്തേക്കും അതിനും ഈ ഒരു ഫുഡിന് ഒരു ഓപ്ഷൻ കാണിച്ചല്ലോ. ഇത്ര പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആഹാരം, കുറച്ചുകൂടി പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിലും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്ന ആ ഒരു 20 പോയിന്റ് ഉള്ള ഗുഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ 20 പോയിന്റ് കൊടുത്ത് അവനിങ്ങനെ ഓർഡർ ചെയ്യുന്നതും ആ ഒരു ചെറിയ ഹോൾ വഴി അവനൊരു ഡ്രസ്സ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അതൊരു ബ്രായാണ്. ഫുഡിന്റെ കാര്യത്തിൽ അവൻ ദേഷ്യപ്പെട്ടതുപോലെ എന്തായാലും ഇതിൽ ദേഷ്യപ്പെടുന്നില്ല. ആ ഒരു ഡ്രസ്സ് എടുത്ത് അവൻ എന്തൊക്കെയോ കാണിക്കുമ്പോഴത്തേക്കും അവന് വീണ്ടും പോയിന്റ് കയറിയിട്ട് ഒരു 20 പോയിന്റ് എക്സ്ട്രാ കയറാണ്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു റൂമിൽ തന്നെ ഇരുന്നിട്ട് ഹീറോയ്ക്ക് തന്നെ വട്ടാവത്തില്ലേ. ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് പലയിടങ്ങളിൽ ഇരുന്ന് ആലോചിക്കുന്നു. കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നു. പിന്നീട് എഴുന്നേറ്റിട്ടാണ് ആലോചിക്കുന്നത്, ശരി ഈ ഒരു റൂമിൽ സർവൈവ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ പോയിന്റ് ഉയർത്തണം. പോയിന്റ് ഉയർത്തി കഴിഞ്ഞാൽ അവൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ദിവസം മുതൽ ആ ഒരു ഡിസ്പ്ലേ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇന്നലെ ചെയ്തതുപോലെ ഒറ്റക്കാലിൽ നിൽക്കുന്നു, തലകുത്തി മറിയുന്നു, പിന്നെ കുളിക്കാൻ പോകുന്നു, കുളിക്കുമ്പോഴത്തേക്ക് എത്തി നോക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നല്ലതുപോലെ പോയിന്റ് ഇങ്ങനെ കയറ്റാണ്. അങ്ങനെ നല്ലതുപോലെ പോയിന്റ് കയറ്റിയിട്ട് ഒരു ടീഷർട്ട് അവൻ വാങ്ങുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു 40 പോയിന്റ് ആക്കിയിട്ട് എയർ ബെഡ് ഉണ്ടല്ലോ ആ ഒരു ബെഡ് അവൻ വാങ്ങും. അതോടെ അവൻ നിർത്തുന്നില്ല. അത് കഴിഞ്ഞ് കുട്ടിക്കാലത്ത് ഈ തള്ളവരൽ വെച്ചിട്ട് ചെയ്യുമല്ലോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഡാൻസ് കളിക്കുന്നു, ജിമ്മിലെ വർക്കൗട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഏകദേശം 80 പോയിന്റ് കയറി. അപ്പൊ അത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാല് അവൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റൂമിലുണ്ട്. അതെല്ലാം ഏത് വഴിയാണോ സാധനങ്ങൾ വന്നത് അതുവഴി തന്നെ വെളിയിലേക്ക് വിടുന്നു. അങ്ങനെ ഇടുന്നതിന് ഒരു 5 പോയിന്റ് അവർ എടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്തിട്ട് അതുവഴി കിട്ടുന്ന ഒരു പൈസ കൊണ്ട് ഒരു ഷേവിങ് ഇറേസർ ഉണ്ടല്ലോ അതിങ്ങനെ വാങ്ങിയിട്ട് ഷേവ് എല്ലാം ചെയ്യുന്നു. അങ്ങനെ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ മുഖം മുറിഞ്ഞത് കൊണ്ട് അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നല്ല കണ്ണാടി വാങ്ങുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡാൻസ് ചെയ്യുന്നു, ജിംനാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പോയിന്റ് കയറിയതിന് ശേഷം ഓക്കെ ബെസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് 30 പോയിന്റ് കൊടുത്ത് ഒരു ബെസ്റ്റ് ഫുഡും വാങ്ങും. അതേപോലെ തന്നെ തന്റെ കയ്യിലുള്ള 25 പോയിന്റ് വെച്ചിട്ട് ഒരു കുപ്പി മദ്യവും വാങ്ങുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങിയതിന് ശേഷം വന്ന ആഹാരം ഉണ്ടല്ലോ അത് കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അതെന്തോ ബീഫ് വെച്ചിട്ടുണ്ടാക്കിയ ആഹാരമാണ്. അത് കാണുമ്പോൾ അവൻ പറയും, ഹേയ് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്നിങ്ങനെ പറയുന്നതും അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തെങ്കിലും മറുപടി തരുമെന്നാണോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ കൊണ്ടുവന്ന ആ ഒരു ആഹാരം ഇപ്പോൾ കഴിക്കാൻ തുടങ്ങാണ്. അതുമല്ല, ഇപ്പോൾ ഒരു കാര്യം നോക്കണം, അവനൊരു വെജിറ്റേറിയൻ ആണ് എന്നിട്ടും ഈ ഒരു നോൺ വെജ് കഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു 10-15 പോയിന്റ് പെട്ടെന്ന് കയറുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു റൂമിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ അവൻ ആ ഒരു പോയിന്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ആ ഒരു മദ്യം കുടിക്കുമ്പോഴത്തേക്കും അതിന് വരെ പോയിന്റ് കയറുന്നു. എങ്ങനെയുണ്ടാവും? അങ്ങനെ അതിനുശേഷം നേരെ വന്നിട്ട് ഹായ് എന്നിങ്ങനെ കമന്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ഇൻവാലിഡ്, ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഇൻവാലിഡ്. അത് കഴിഞ്ഞവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് തെറി വാക്കുകൾ അതിനെ നോക്കി ഇങ്ങനെ അയക്കുന്നതും അതിനും ഇൻവാലിഡ് കമന്റ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ ഒരു മദ്യം നല്ലതുപോലെ കുടിച്ചിട്ട് പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് എടുത്തിട്ട് ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഒറ്റ എറിയുമ്പോഴത്തേക്കും അവന്റെ കുറച്ച് പോയിന്റ് ആയിട്ട് ഇങ്ങനെ കുറയാണ്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ഹേയ് ഇപ്പൊ എന്തിനാ എന്റെ പോയിന്റ് കുറച്ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ബോട്ടിലെടുത്ത് 2-3 അടി ഓരോ അടി അടിക്കുമ്പോഴത്തേക്കും പോയിന്റ് അങ്ങനെ ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് ഇപ്പോൾ അവസാനം 128 പോയിന്റിലുള്ളത് വെറും 68 പോയിന്റ് ആയിട്ട് കുറയുകയും ചെയ്തു. വല്ല കാര്യം ഉണ്ടായിരുന്നവന് ഉള്ള പോയിന്റ് വെച്ചിട്ട് നിൽക്കാതെ
അതുപോലെ ഇവ ഒരുപാട് മദ്യപിച്ചത് കൊണ്ട് തന്നെ ബോധമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ഒരു ടോയ്ലറ്റിലേക്ക് പോയിരുന്നിട്ട് ഛർദിക്കെല്ലാം ചെയ്യുന്നു. അതേസമയം പെട്ടെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു റൂമിന്റെ ലൈറ്റ് എല്ലാം അങ്ങനെ മാറിയിട്ട് ഓറഞ്ച് കളർ ലൈറ്റാണ് ഇപ്പോൾ കത്തുന്നത്. അതുമല്ല കുറച്ച് കഴിഞ്ഞിട്ട് അവന് ബോധം തെളിഞ്ഞതിന് ശേഷം നേരെ ഈ ഒരു ഡിസ്പ്ലേയുടെ അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹേയ് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യം കാണിച്ച് എന്നെ വിടെന്ന് പറഞ്ഞ് അതിനകത്ത് കടന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. പിന്നീടാണ് ആലോചിക്കുന്നത്, ശരി എന്തായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തായാലും അതിനോട് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ മുന്നിലേക്ക് പോയിരുന്ന് പ്ലീസ് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് ഒരു ചാൻസ് കൂടി താന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ കാല് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡിസ്പ്ലേ ഓൺ ആവുന്നത്. അതേപോലെ തന്നെ ആ റൂമിലെ ലൈറ്റുകളെല്ലാം കത്തുകയും ചെയ്യാണ്. അതുമല്ലാതെ വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഒന്നുമല്ല, ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു വയസ്സായിട്ടുള്ള ആളെ കാണിക്കാണ്. അപ്പോൾ ഹീറോ ചോദിക്കും ഹേയ് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും നീ ആ ഒരു റൂമിൽ എങ്ങനെയാണ് പെട്ടിരിക്കുന്നത് അതുപോലെ പെട്ടിരിക്കുന്ന ഒരാളാണ്, അതുമല്ല നമ്മളിപ്പോൾ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും ഹീറോ പറയും എന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരാളുകളില്ലേ അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, ഞാൻ നിന്നെ പോലെ ഈ ഒരു റൂമിൽ പെട്ടുപോയതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഹീറോയോട്. നിർത്തുന്നില്ല, ഇല്ല വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും സത്യം പറയാൻ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു വല്ലാണ്ട് ദേഷ്യം വരുമല്ലോ, ഇവനൊന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഹീറോ അപ്പൂപ്പ കുറേ നേരമായി നിങ്ങളിന്ന് സംസാരിക്കുന്നു, ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അപ്പൂപ്പൻ അതുമെല്ലാം കേൾക്കുമോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരത്തിന് ശേഷം ഒരാളെയാണ് കണ്ടത്, അതൊരു ആശ്വാസമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതാണെങ്കിൽ ഒരു ശല്യമാവുന്ന അവസ്ഥയായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശരി അങ്ങേരാവും മിണ്ടായിരിക്കുന്നില്ല, ഈ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാളെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അപ്പോൾ ഇൻവാലിഡ് കമന്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും അയാളുടെ ആ ഒരു ഡിസ്പ്ലേ ഹീറോയ്ക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഈ ചുമക്കുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും അപ്പൂപ്പ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സോറി അനിയ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ വീണ്ടും അത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ആ ഒരു ഡിസ്പ്ലേയുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഓക്കെ ഇതിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് മെനു എന്ന് പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ബൈ റിസീവ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാണ്. അപ്പോൾ അതിൽ റിസീവ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 00014 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ അത് ഇവന്റെ നമ്പർ ആയിരിക്കാം. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഒരു ID നമ്പർ ഉണ്ടാവുമല്ലോ, അതുപോലെ എന്തോ ഒരു നമ്പറാണത്. അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും നമ്പര് റാൻഡായിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ വരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവൻ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരുത്തനെ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ലൈവായിട്ട് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയുന്ന കാര്യങ്ങളൊന്നും അവന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അതേസമയം അടുത്തൊരു നമ്പർ ഇടുമ്പോഴത്തേക്കും ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു നമ്പർ ഇടുമ്പോഴത്തേക്കും വേറൊരുത്തൻ ഈ ഒരു മേക്കപ്പ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. മറ്റൊരുത്തനാണെങ്കിൽ ഒരു യോഗ പറയുന്നു, ഒരുത്തനാണെങ്കിൽ ഒരു പാവയെ വെച്ച് കളിക്കുന്നു. അതേപോലെ ഓരോ നമ്പർ ഇടുമ്പോഴത്തേക്കും പല ആളുകളും പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാണ്. അവസാനം ഒരു പെണ്ണാണെങ്കിലോ അതിങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, അത് ഒരു വല്ലാത്ത രീതിയിൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു പെണ്ണായതുകൊണ്ട് പെട്ടെന്ന് അത് മാത്രം എടുത്ത് കളയാതെ കുറെ നേരം അതും വായുന്നൊയ്യോടെ ഇങ്ങനെ നിൽക്കുന്നതും ഈ സൈഡിൽ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാൾ വീണ്ടും ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുമ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയും നേരെ പോയി കിടന്ന് നല്ലതുപോലെ ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഒരു പോയിന്റ് കൂട്ടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാലോ. അതുപോലെയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ ആ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഒരു ചെയർ എടുത്ത് ആ ഡിസ്പ്ലേയുടെ മുന്നിലിട്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതനുസരിച്ചാണ് ആ ഒരു അപ്പൂപ്പന് പോയിന്റ് കയറുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കൈയും കാലെല്ലാം നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഡൈവങ് അടിച്ചു കൊടുക്കും. നേരെ താഴേക്ക് വന്ന് വീണ്ടും നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു 50 പോയിന്റ് പെട്ടെന്ന് തന്നെ കയറാണ്. അപ്പോൾ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പനെ ഞാൻ ഇത്രയും നേരം വാ കഴിക്കാതെ സംസാരിച്ചിട്ടും എനിക്ക് പോയിന്റ് ഇങ്ങനെ കയറുന്നുള്ളൂ, നീ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്രയും പോയിന്റ് കയറ്റി. പക്ഷെ എന്തായാലും നമ്മുടെ അപ്പൂപ്പനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൂപ്പൻ അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അടുത്ത സീനിൽ തന്നെ അപ്പൂപ്പൻ പെട്ടിയിലാവും. അതുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ സംസാരിക്കാനായിട്ട് ആരുമില്ലല്ലോ, ഈ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആവുകയാണ്. അപ്പൂപ്പൻ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവനും പറഞ്ഞു കൊടുക്കുന്നു. അതുമല്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അപ്പൂപ്പന്റെ റൂമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൂപ്പൻ ഇതെല്ലാം പതിയെ ആ ഒരു പോയിന്റ് വെച്ചിട്ട് വാങ്ങിയതായിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ കിടക്കാൻ നേരത്താണ് അവസാനം 28 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറിലെ ആ ഒരു ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഈ യോഗ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ ഐഡിയ ആണത്. അത് കണ്ടുപിടിച്ച് അവൾ അത് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്ക്രീനിൽ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇങ്ങനെ കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, അവൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ഒരു റിവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഹീറോ ആദ്യം അവളോട് സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അത് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു. മെസ്സേജ് അയക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതും ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും റിവാർഡ് മാത്രമേ അയക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവർ റിവാർഡ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട് എത്ര റിവാർഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവന്റെ പോയിന്റിൽ നിന്നും ഒരു 14 പോയിന്റ് അവൾക്ക് കൊടുക്കാണ്. ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും അവന്റെ സ്വഭാവം മൊത്തം മാറിയതുണ്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ പോയിന്റ് കൂട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കാണ് അവർ അപ്പൂപ്പൻ ഒരു കാര്യം പറയുന്നത്, നമ്മൾ രണ്ടുപേരും എന്തായാലും ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്നിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാം. അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിയൻസ് ഒരിക്കലും നമുക്ക് പോയിന്റ് തരത്തില്ല. അതുകൊണ്ട് നമുക്കും പോയിന്റ് കിട്ടാതെ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും ഈ ഓഡിയൻസിനോട് എങ്ങനെ സംസാരിക്കണം, അവരെങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ഹീറോയെ മനസ്സിലാക്കി അവനാണെങ്കിൽ ഒരുപാട് പോയിന്റ് എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരടുപ്പ്, അതേപോലെ തന്നെ ഒരു പാൻ, ഇതെല്ലാം വാങ്ങിയിട്ട് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡപ്പ് കോമഡികൾ, പിന്നെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് കാർഡ് ട്രിക്ക് പഠിച്ചിരുന്നു, അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ 1000 പോയിന്റോളം കൂടി. അതേപോലെ തന്നെ നമ്മുടെ അപ്പൂപ്പനും നല്ല രീതിയിൽ പോയിന്റ് കൂടുന്നുണ്ട്. അങ്ങനെ കിട്ടിയ പോയിന്റ് വെച്ചിട്ട് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ, പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങി അത് വെച്ചും ഇവർ ഒരുപാട് പോയിന്റ് ഇങ്ങനെ കൂട്ടുകയാണ്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ പോയിന്റ് 2000 ആയി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു യോഗ ചെയ്യുന്നല്ലോ, അവളുടെ വീഡിയോ കണ്ടിട്ട് അതേപോലെ യോഗ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവൾ യോഗ എല്ലാം നിർത്തിയിട്ട് ഓഡിയൻസിനോട് വന്നിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും സാധാരണ ഇവൾക്ക് റിവാർഡ് കൊടുക്കുമല്ലോ, അതുപോലെ 14 പോയിന്റ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയുടെ ഐഡിയുടെ അവസാന നമ്പറാണത്. അതിങ്ങനെ അയച്ചു കൊടുക്കുന്നതും അവളാണെങ്കിലും റിവാർഡ് അയച്ച എല്ലാവർക്കും നന്ദി എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരുടെ ഐഡി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ ഐഡി അവൾ കാണുകയും ചെയ്യുന്നു. അതുപോലെ ഇത്രയും നാൾ ഹീറോ വിചാരിച്ചിരുന്നത് ഹീറോയെ അവൾക്ക് അറിയത്തില്ല എന്നാണ്. പക്ഷേ ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾ കാണുന്നുണ്ടായിരുന്നു. ഹീറോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ കാർഡ് ട്രിക്കെല്ലാം ചെയ്തിട്ട് അവസാനം ടാറ്റ അല്ലെങ്കിൽ ബൈ എന്നെല്ലാം പറയുമല്ലോ, ഒരു എൻഡിങ് കൊടുക്കുമല്ലോ, ആ ഒരു വാക്ക്, ആ ഒരു കാര്യം അതേപോലെ അവളും പറയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹീറോയുടെ വീഡിയോ അവൾ എന്തായാലും കണ്ടിട്ടുണ്ട്. അതേസമയം ഈ ഒരു അപ്പൂപ്പനാണെങ്കിലോ എന്തോ ഒരു അസുഖം, അതുകൊണ്ട് അപ്പൂപ്പൻ എന്തെങ്കിലും മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്പ്ലേയിൽ മെഡിസിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും മെഡിസിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ 250 പോയിന്റ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കണോ വേണ്ടയോ ഇല്ലെന്ന് ഹീറോ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. കാരണം 14 20 അങ്ങനെ ചെറിയ പോയിന്റ് എന്നല്ല, 250 പോയിന്റാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഹീറോ നോയിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്താണ് മറ്റൊരു ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കുന്നു. അതിലാണെങ്കിൽ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കാണ്. ഇത് നമ്മുടെ ഹീറോ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും അവൾ ഈ ഒരു കാര്യം കാണും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ അവൾക്ക് കാണാൻ കഴിയും. അവളാണെങ്കിൽ പെട്ടെന്ന് നിന്നിട്ട് ഹീറോയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഒരു പെണ്ണ് കുളിക്കുന്നത് ഇങ്ങനെ നോക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പറയും, സോറി, എനിക്കൊന്നും അറിയത്തില്ല, ഒരുപക്ഷേ എനിക്ക് എന്തെങ്കിലും റിവാർഡ് നിങ്ങൾ തന്നു കാണും, അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ എനിക്ക് കാണിക്കുന്നത്. അതുമല്ല, നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിവിടെ പെട്ടിട്ടുള്ളത് എന്നെല്ലാം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണായാലും കുറച്ച് സമാധാനപ്പെടുന്നത്. അതുപോലെ ആ ഒരു പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ വീഡിയോ മാത്രമല്ല ആ ഒരു അപ്പൂപ്പൻ്റെ റൂമുണ്ടല്ലോ അതും കാണാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർക്ക് 3 പേർക്ക് പരസ്പരം സംസാരിക്കാനും കാണാനും കഴിയും. അപ്പോഴാണ് ആ ഒരു പെണ്ണ് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ലില്ല, ഞാൻ ഒരു തവണ ദേഷ്യപ്പെട്ട് ബോട്ടിലെടുത്ത് ഈ ഒരു സ്ക്രീനിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല, എൻ്റെ പോയിന്റ് കുറഞ്ഞു, അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് എല്ലാം ഓഫായി, എൻ്റെ ഡിസ്പ്ലേ ഓഫായി, ഇത് മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവർ രണ്ടുപേരും ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അപ്പൂപ്പനെ ഹീറോയും ഓഡിയൻസിനെ എങ്ങനെയാണോ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് അതേപോലെ ആ ഒരു പെണ്ണും ഈ കൈ വെച്ചിട്ട് പാവയെല്ലാം ഉണ്ടാക്കി അത് പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയെല്ലാം ആക്കിയിട്ട് അവളും ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അതനുസരിച്ച് അവൾക്കും പോയിന്റ് ഇങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ആ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നിട്ട് പുതുതായിട്ട് ആരെങ്കിലും ഐഡി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് 1-2 സ്ത്രീകളെ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ചെയ്യാണ്. വീണ്ടും ഒരുപാട് നേരം പലരുടെ ഐഡി ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ആ ഒരു യോഗ ചെയ്യുമല്ലോ ആ ഒരു പെണ്ണിനെ മാത്രമേ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ആ ഒരു പെണ്ണിൻ്റെ ഐഡി പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ ഒരു പെണ്ണിനോട് സംസാരിച്ചല്ലോ അവൾക്ക് കുറച്ച് പോയിന്റ് ഇങ്ങനെ കൊടുക്കും. കാരണം അവളുടെ പോയിന്റ് ആകെ കുറവാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോയിന്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഇത്തിരി പാവം തോന്നിയിട്ട് അവൾക്ക് പോയിന്റ് അയക്കുമ്പോഴത്തേക്കും അവൾ ഇവിടെ നിന്ന് ചോദിക്കുന്നത് വെച്ചാൽ, ഹേയ് നീ ഇപ്പോൾ എന്തിനാ എനിക്ക് പോയിന്റ് അയച്ചേ, ഞാൻ നിന്നോട് പോയിന്റ് ചോദിച്ചിരുന്നു. ഈ സഹതാപം തോന്നിയിട്ട് പോയിന്റ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ പുതുതായിട്ട് ഈ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഓഡിയൻസിനെ നോക്കിയിട്ട് അവരെയാണല്ലോ എൻ്റർടൈൻ ചെയ്യിക്കേണ്ടത്. അതുമല്ല അവനാണെങ്കിലോ ആ ഒരു ജെട്ടിയെല്ലാം ഇട്ടിട്ട്, ഓക്കെ ശരി നിങ്ങളെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോവാണ്, എന്നെ തന്നെ ഞാൻ വരയ്ക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് ഈ കോമഡി ചെയ്യുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ട നമ്മുടെ അപ്പൂപ്പൻ, ഹേയ് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നു. ആ ഒരു പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോ ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടിട്ട് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ചെയ്യുന്ന കാര്യം ഓഡിയൻസിന് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണിനെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം, കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ പോയിന്റ് ആണെങ്കിലോ ഇപ്പോൾ 4000 കൂടി. അപ്പോൾ ഇത്രയും പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീടിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി വെച്ചിട്ട് എങ്ങനെ നല്ല സന്തോഷമായിട്ട് ജീവിക്കും അതുപോലെയാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ റൂമിനകത്ത് നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു അസുഖം കൂടി. അതുകൊണ്ട് തന്നെ പുഷപ്പ് എടുത്താൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് വന്ന് പുഷപ്പ് എടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി കൂടാണ്. അതുമല്ല ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും സാറേയും കണ്ടിട്ട് അപ്പൂപ്പ എന്തു പറ്റി എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ സാറ പറയും, നമുക്ക് എന്തായാലും നേരെ ചെന്നിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ അയച്ചു കൊടുക്കാം എന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്ന സമയത്താണ് ആ ഒരു അപ്പൂപ്പൻ അത് കേട്ടിട്ട്
ഹേയ് നിങ്ങൾ മെഡിസിൻ അയച്ചിട്ട് ഒരു കാര്യമില്ല, അതെടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ശരീരത്തിനെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കാര്യത്തെ പറ്റി ഓഡിയൻസിനോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ട് 7-3 അദ്ദേഹത്തിന് ഒട്ടും ശരീരം വയ്യ, ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഡൈവ് അടിച്ചെല്ലാം കാണിക്കുമ്പോൾ പോയിന്റ് കയറുന്നുണ്ട്. പക്ഷേ ആ ഒരു അപ്പൂപ്പൻ്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് സാറയും ഹീറോയും എമർജൻസി, റെസ്ക്യൂ, അലാറം ഇങ്ങനെ പല രീതിയിൽ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെ ടൈപ്പ് ചെയ്താലും ഇൻവാലിഡ് കമന്റ് എന്ന് മാത്രമാണ് ഇവർക്ക് കാണിക്കുന്നത്. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ഡിസ്പ്ലേയിൽ റിഫ്രഷ് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ സാറ് വിചാരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്നും പറഞ്ഞിട്ട് അത് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോ അതെ പെട്ടെന്ന് ചെയ്യുന്നു പറയുമ്പോൾ അവളാണെങ്കിൽ റിഫ്രഷ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതും അപ്പോൾ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അപ്പൂപ്പൻ നിൽക്കുന്ന റൂം ഉണ്ടല്ലോ അത് മൊത്തത്തിൽ കത്തിപ്പിടിക്കുകയാണ്. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ ആ ഒരാളെ മൊത്തത്തിൽ അവിടെ നിന്ന് ഇല്ലാതാക്കുക. അതായിരുന്നു ആഹാ, ഈ ഒരു കാര്യം ഒരിക്കലും ആ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഈ ഒരു കാര്യമാണെന്ന് അറിയുന്നതും രണ്ടുപേരും ഇത് നിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു അപ്പൂപ്പൻ അവരുടെ മുന്നിൽ വെച്ചിട്ട് കത്തി നശിക്കുകയാണ്. ആ ഒരു അപ്പൂപ്പന്റെ ഡിസ്പ്ലേ കട്ടായി പോകുന്നതും ഹീറോയിനെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണ്, ആ അപ്പൂപ്പൻ മരിക്കാൻ കാരണം താനാണെന്നാണ്. അതേസമയം ഇത്രയും നാള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാള് കൺമുന്നിൽ വെച്ചിങ്ങനെ കത്തി നശിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവനാണെങ്കിൽ ആകെ വരണ്ടുപോയി. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോ സാറയും ഇവനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹീറോ പല കാര്യങ്ങളും ഈ സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അപ്പൂവൻ മരിച്ച വിഷമം കാരണം അവനെ കൊണ്ട് അതൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ സാറയാണെങ്കിലോ ആ ഒരു അപ്പൂവൻ മരിക്കാൻ കാരണം താനാണെന്ന് പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലുമില്ല. അപ്പോൾ ഹീറോ വന്നിട്ട് പറയുന്നുണ്ട്, ഹേയ് നീ എന്തായാലും വിഷമിക്കണ്ട, എന്തായാലും അത് നിന്റെ തെറ്റല്ല, ആരോ ഒരാൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ അപ്പൂപ്പന്റെ വിധി അത്രയുള്ളായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും അവളാണെങ്കിൽ എഴുന്നേറ്റ് വരത്തില്ല. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവള് സംസാരിക്കുന്നത് പോലെ കയ്യെല്ലാം വെച്ച് പാവയെ വെച്ച് സംസാരിക്കുമല്ലോ അതുപോലെല്ലാം സംസാരിച്ച് അവളെ എങ്ങനെയെങ്കിലും ചിരിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിട്ട് ഇവരെ ഇവിടേക്ക് തട്ടിക്കൊണ്ട് വരുന്നതിന് മുന്നേ രണ്ടുപേരും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതേപോലെ തന്നെ രണ്ടുപേർക്കും വേറെ ലൈനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സാറയാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോവാം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനോട് തന്നെ ഈ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഒരു അപ്പൂപ്പൻ കൺമുന്നിൽ വെച്ച് മരിച്ചല്ലോ ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ഓഡിയൻസിനോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇവ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവന്റെ പോയിന്റ് ആണെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഹേയ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും അതൊന്നും ആരും കാര്യമാക്കുന്നില്ല. പകരം ഇവന്റെ പോയിന്റ് ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്ന ആ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരും രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചിന്തിച്ച് കാണും. അങ്ങനെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്നോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇവരെ പോലെയുള്ള മറ്റാളുകളുണ്ടല്ലോ അവരെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ഹീറോയായിട്ട് സംസാരിക്കാണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരുടെ ഐഡി വീണ്ടും ഇങ്ങനെ അന്വേഷിക്കുകയാണ്, ആരെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണ് കരണം മറിഞ്ഞല്ല ഇങ്ങനെ പോകുന്നു. ഒരു അപ്പൂവനാണെങ്കിൽ വെറുതെ ഡിസ്പ്ലേ നോക്കിയിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നു. അതേസമയം മറ്റൊരു പെണ്ണാണെങ്കിലോ അവളുടെ റൂമിൽ മഴ വരുന്നത് പോലെ എന്തൊക്കെയോ സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ റൂം അനക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള റൂമുകളിലെല്ലാം എന്തോ ഒരു ഗ്ലിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റൂമുകളും അടുത്തടുത്തായിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ കുറെ ദൂരെ ആയിരിക്കാം. പക്ഷേ എങ്ങനെയെങ്കിലും ഈ ഒരു റൂം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മളൊരു മാപ്പ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയും. അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ യോഗ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ നമ്മുടെ ഹീറോ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അക്കൗണ്ടിൽ കയറി നോക്കുകയും ചെയ്യും. ആ ഒരു പെണ്ണ് ഇപ്പോൾ ഇവരുടെ ലൈവിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവളായാലും വന്നിട്ട് ഇവരോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ അവള് പറയാൻ വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഹീറോയെ അപ്രീഷിയേറ്റ് എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സാറയ്ക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല, എന്തോ ഒരു അസൂയ വന്നതുപോലെ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുമല്ലാതെ അത് കഴിഞ്ഞിട്ട് ഈ യോഗ ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ അവളാണെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൾ ഈ യോഗ ചെയ്യുന്നത് പോലെ ശബ്ദം എല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയ്ക്ക് അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ഹീറോ കണ്ടിട്ട് ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഓഡിയൻസിനോട് നോക്കിയിട്ടാണ് പറയുന്നത്, ശരി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്തെങ്കിലും റിവാർഡോ എനിക്കെന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ പറയുന്നതും ഹീറോയുടെ പോയിന്റ് ഇപ്പോൾ കൂടി ഇങ്ങനെ പോവാണ്. അതും ലക്ഷക്കണക്കിന് പോയിന്റ് നമ്മുടെ ഹീറോയുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സാറയ്ക്കാണെങ്കിൽ അത്രയും സന്തോഷമായി. അതുമല്ല ഒരു യോഗ ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഇത്രയും പോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാണ് അതും പതിയെ ഒരു പോയിന്റ് കയറിയത്. ഹീറോ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഇത്ര പോയിന്റ് കയറ്റി. അതുപോലെ അവൾക്ക് അസൂയായിട്ട് അവൾ പറയും, നീ മറ്റുള്ളവരുടെ എല്ലാവരുടെയും പോയിന്റ് നീ ആയിട്ട് വാങ്ങാണ്, ഇതൊന്നും ഒരിക്കലും നല്ല രീതിയിൽ ചെയ്യുന്നതല്ല, ഞങ്ങളൊക്കെ കഷ്ടപ്പെടുകയാണെന്നെല്ലാം പറഞ്ഞിട്ട്
അവൾ എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്തിട്ട് സാറ അവളോട് സംസാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സാറയെ പറ്റി അവൾ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഓഡിയൻസിനെ നോക്കിയിട്ടാണ് പറയുന്നത്. ശരി, നമ്പർ 28 അവളുടെ സ്ട്രീമിങ് പെട്ടെന്ന് എല്ലാവരും ഓഫ് ചെയ്യും എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് ആ ഒരു യോഗ എന്ന പെണ്ണുണ്ടല്ലോ അവളുടെ റൂമിന് മുകളിൽ നിന്ന് മഴ പെയ്യാണ്. അപ്പോൾ നമ്മുടെ സാറ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അവളുടെ സ്ട്രീമിങ് ആ യോഗ ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ അവളുടെ സ്ട്രീമിങ് മൊത്തമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം വഴക്കിട്ട് അവസാനം രണ്ടുപേരുടെ റൂമും ആ ഒരു അപ്പൂവന്റെ റൂം എങ്ങനെയാണോ കത്തിപ്പിടിച്ചത് അതുപോലെ കത്തിപ്പിടിക്കാൻ തുടങ്ങുന്നു. ഹീറോയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഈ രണ്ട് പെണ്ണുകളും ഇപ്പോൾ മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിലേ എങ്ങനെ ആ ഒരു അപ്പൂപ്പനെ രക്ഷിക്കാൻ കഴിയാതെ നോക്കി നിന്നു, അതുപോലെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു അടിപൊളി കാര്യം നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ റൂമിന്റെ ഡോറ് അങ്ങനെ തുറക്കുന്നതും വെളി ലോകം ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് എന്റെ റൂം തുറന്നു എന്ന് പറഞ്ഞിട്ട് അത്ര സന്തോഷം. അതുമല്ല ഇവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഓടിപ്പോവല്ല, ഓടി ഡിസ്പ്ലേയുടെ അടുത്തേക്ക് വന്നിട്ട് ഗായ്സ് നിങ്ങൾ കണ്ടോ എന്റെ റൂം തുറന്നു, ആ ഒരു ഡോർ തുറന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്നതും എടാ മണ്ട വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ പറയുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു കതക് അങ്ങനെ അടയാണ്. എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 10-12 സെക്കൻഡ് മാത്രമേ ആ ഒരു ഡോറ് തുറന്നു നിൽക്കത്തുള്ളൂ. അതിപ്പോ വീണ്ടും അടയുന്നതും എല്ലാം പോയി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹീറോയുടെ പോയിന്റ് ഇപ്പോൾ ഒരുപാട് കൂടുന്നുണ്ട്, നേരത്തെ ഉള്ളതിന് കാട്ടി കൂടുതലും. പക്ഷെ അത് വെച്ചിട്ട് എന്ത് കാര്യം, ഇത്രയും വലിയൊരു അവസരം ഈ ഒരു മണ്ട നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അടുത്തൊരു അവസരത്തിന് വേണ്ടിയിട്ട് അവൻ വീണ്ടും ഇതിൽ കിടന്നേ പറ്റുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് പേരെ പിടിച്ച് ഇതേപോലെ റൂമിലിട്ട് അത് വെച്ച് സ്ട്രീം ചെയ്യിച്ച് ആരൊക്കെയോ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കാര്യം. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒരു റൂമിലോ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.